ശൂന്യാകാശവും ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നമ്മൾ തൊടുത്തുവിടുന്ന ഉപഗ്രഹങ്ങളും നമുക്കിന്നും പലതും അജ്ഞാതമാണ്. ഈ ശൂന്യാകാശത്തെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അജ്ഞാത പേടകങ്ങൾ, പറക്കും തളികകൾ, അതുപോലെ അന്യഗ്രഹ ജീവികൾ, ഇതേക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ വലിയ ചർച്ചകൾ നടത്തി, ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി. നമ്മുടെ അന്തരീക്ഷത്തിൽ പലതും തത്തിക്കളിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നതിനും അപ്പുറം, നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതിനും അപ്പുറം പലതുമുണ്ട് ഈ അന്തരീക്ഷത്തിൽ. അങ്ങനെ ഏതാണ്ട് 757 അജ്ഞാത പേടകങ്ങളെ ഇതുവരെ വെടിവെച്ചിട്ടതായി അമേരിക്കയിലെ പെൻറ്റഗൺ വെളിപ്പെടുത്തി. ഇത് പലതും ഉപഗ്രഹങ്ങൾ, കാലാവധി കഴിഞ്ഞ ഉപഗ്രഹങ്ങളുടെ കഷ്ണങ്ങളോ അതുപോലെ ചില ഛിന്നഗ്രഹങ്ങളുടെ കഷ്ണങ്ങളോ ഒക്കെ തന്നെയായി കണക്കാക്കപ്പെടുന്നു. എങ്കിലും ഇവ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതിനെക്കുറിച്ചും അന്തരീക്ഷവുമായുള്ള ഘർഷണത്തിൽ ഇവ കത്തിപ്പോകേണ്ടതല്ലേ എന്ന ചോദ്യവും ഒക്കെ തന്നെ ഇപ്പോൾ ഉയരുകയാണ്. ശാസ്ത്രലോകം ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് ഇന്നും കൗതുകകരമായി തന്നെ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു വേള നമ്മൾ കേരളത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു അജ്ഞാത പേടകമോ അജ്ഞാത പേടകത്തിൻ്റെ കഷ്ണങ്ങളോ ഒക്കെ കടന്നു വരികയാണെങ്കിൽ നമ്മളും അത്ഭുതം കൂറും. ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പേടകങ്ങൾ തത്തിക്കളിക്കുന്നതുകൊണ്ട് നമുക്ക് മനുഷ്യർക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? ഏതെങ്കിലും തരത്തിൽ നമ്മളിലേക്ക് അവ എത്തിപ്പെടുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്താൽ നമുക്ക് അത് ഏത് രീതിയിൽ ബാധിക്കും തുടങ്ങിയ സംശയങ്ങളാണ് സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത്. അതേക്കുറിച്ചാണ് ശാസ്ത്രലോകം ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട അജ്ഞാത പേടകത്തെ യുദ്ധവിമാനം വെടിവെച്ചിരുന്ന ദൃശ്യങ്ങൾ പെൻറ്റഗൺ നേരത്തെ പുറത്തുവിട്ടിരുന്നു. രഹസ്യരേഖകൾ പരസ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗം ഈ വീഡിയോ പുറത്തുവിട്ടത്. വ്യോമസേനയുടെ അത്യാധുനിക F-35 യുദ്ധവിമാനത്തിൽ നിന്ന് മിസൈൽ തൊടുത്ത് അജ്ഞാത വസ്തുവിനെ തകർക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. US പ്രതിരോധ വകുപ്പിന്റെ ഓട്ടോമെയിൻ അനോലി സൊല്യൂഷൻസ് ഓഫീസ് നൽകിയ റിപ്പോർട്ടിലാണ് ഈ നിർണായക വിവരങ്ങൾ ഉള്ളത്. 2003 മെയ് മുതൽ 2024 ജൂൺ വരെ കണ്ടെത്തിയ ഇത്തരത്തിലുള്ള 757 അജ്ഞാത വസ്തുക്കൾ വെടിവെച്ചിട്ടതായുള്ള വിവരങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയുന്നു. കണ്ടെത്തിയ വസ്തുക്കളിൽ ഭൂരിഭാഗവും ബലൂണുകളോ കൃത്രിമ ഉപഗ്രഹങ്ങളോ ആയിരുന്നു. എന്നാൽ 21 സംഭവങ്ങളിലെ നിഗൂഢത ഇപ്പോഴും കൃത്യമായി വിവരിക്കാനാകാതെ പെൻറ്റഗൺ കുഴങ്ങുകയാണ്. ഈ പേടകങ്ങളുടെ പ്രത്യേക രൂപവും അവയുടെ അസാധാരണമായ വേഗതയും സഞ്ചാര രീതിയിലും ഭൂമിയിലെ സാധാരണ വിമാനങ്ങളുടേതല്ല എന്ന് വ്യക്തമാക്കുന്നു. മുൻപ് ന്യൂയോർക്ക് നഗരത്തിന് മുകളിലൂടെ പറന്ന ഒരു യാത്രാ വിമാനത്തിലാണ് തൊട്ടരികിലായി സിലിണ്ടർ രൂപത്തിലുള്ള ഒരു അജ്ഞാത വസ്തു കാണപ്പെട്ടത്. ഏറെ പരിഭ്രാന്തി പരത്തിയിരുന്നു ഈ ഒരു സംഭവം. ഇത് തീർച്ചയായിട്ടും ശാസ്ത്രീയമായി തന്നെ പരിശോധിക്കേണ്ട വിഷയമാണ്. ഇന്ന് ലോകമൊക്കെ ഇത്രയും വികസിതമായി നിൽക്കുന്ന അവസ്ഥയിൽ, ശാസ്ത്രലോകം ഇത്രയും ഡെവലപ്ഡായി നിൽക്കുന്ന ഈ ഒരവസ്ഥയിൽ തീർച്ചയായിട്ടും ഇതേക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും വസ്തുക്കൾ ഇത്തരത്തിൽ അന്തരീക്ഷത്തിൽ കണ്ടേക്കാം. അവ ചിലപ്പോൾ ബലൂണുകളോ പക്ഷികളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ അതല്ലാതെയുള്ള സംഭവങ്ങൾ, ആ 21 സംഭവങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അന്യഗ്രഹ ജീവികളുണ്ടോ, അജ്ഞാത പേടകങ്ങളുണ്ടോ, പറക്കും തളികകളുണ്ടോ എന്നുള്ള അന്വേഷണം ഇപ്പോഴും ഈ നൂറ്റാണ്ടിലും തുടരുകയാണ് എന്നതും രസകരമാണ്. ഇതേക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ പെൻറ്റഗണും നാസയും അതുപോലെ തന്നെ ISROയും ഒക്കെ ചേർന്ന് നടത്തും ഭാവിയിൽ എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ശാസ്ത്രലോകത്ത് ഓരോ നിമിഷവും പുതിയ പുതിയ കണ്ടെത്തലുകളും പുതിയ പുതിയ സംഭവ വികാസങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ അജ്ഞാത പേടകങ്ങളുടെ കഥകളും. ചിലപ്പോൾ കഥകളായിരിക്കാം, ചിലപ്പോൾ സംഭവങ്ങളായിരിക്കാം, ചിലപ്പോൾ ഇത് അജ്ഞാത വസ്തുക്കൾ തന്നെയായിരിക്കാം. എന്തായാലും ഇതേക്കുറിച്ചുള്ള ശാസ്ത്രീയമായ വിശകലനം വളരെ അത്യാവശ്യം തന്നെയാണ്.